IPC എബ്രോൻ ഒക്ലഹോമ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ചിന്തകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കാം. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 11. വളരെ സന്തോഷം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ മതി ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നീ എല്ലാവരും ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഉച്ചകഴിഞ്ഞ് കുഞ്ഞുങ്ങളോട് വർത്തമാനോട് പറഞ്ഞായിരുന്നു, ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം. ഡു യു റിമെമ്പർ ദാറ്റ് വാട്ട് ഐ സെഡ്? ആരെങ്കിലും എങ്ങനെ വായിക്കണം? സ്ലോലി, ലൗഡ്ലി ആൻഡ് ക്ലിയർ. ഈ 3 കാര്യങ്ങൾ ബൈബിൾ വായിക്കാൻ ഓർക്കണം. നല്ല സന്തോഷം, കാരണം ചാടിക്കരുത് വായിച്ചിട്ടോ. പിന്നെ വചനം വായിക്കുമ്പോൾ ഉച്ചത്തിൽ വായിക്കണം, നല്ല ശബ്ദത്തിൽ വായിക്കണം. അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴും വിശദീകരിക്കാം എന്തിനാണ് ബൈബിൾ ഉച്ചത്തിൽ വായിക്കുന്നത്. 2, സാവകാശം വായിക്കണം, നമുക്കൂടെ മനസ്സിലാക്കണം, കേൾക്കുന്നവർക്കും മനസ്സിലാക്കണം. 3, സ്തോത്രം, വ്യക്തമായി വായിക്കണം. കാരണം ഇത് ദൈവവചനം വ്യക്തമാണ്. അപ്പം ഇന്ന് രാത്രി കേട്ട വചനത്തിനായി സ്തോത്രം. എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തൊട്ടടുത്ത വാക്യമായിരിക്കാം ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. അല്ല, അടുത്ത വാക്യമല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട്, സാവകാശം നമുക്ക് വചനം ധ്യാനിക്കാം. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് 3.5 വർഷമാണ്, ഏകദേശം 36 മാസമായിരുന്നു, അല്ലെങ്കിൽ 42 മാസമായിരുന്നു യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ കാലയളവ്. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തന്നെ മേലാവഹിച്ച് ആത്മശക്തിയോടുകൂടി മരുഭൂമിയിലേക്കും നയിക്കപ്പെട്ട് തിരിച്ച് ആത്മശക്തിയോടെ മടങ്ങി വന്ന് ശുശ്രൂഷയുടെ ഹല്ലേലൂയ നീണ്ട വർഷങ്ങൾ നമുക്കറിയാം. 3.5 വർഷം കാത്ത ശുശ്രൂഷ. ആ കൂട്ടത്തിൽ തനിക്ക് ലഭിച്ച ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ആ ശിഷ്യന്മാർ 2 കാര്യങ്ങളാണ് തങ്ങളുടെ ജീവിതയാത്രയിൽ യേശുവിനോട് ആവശ്യപ്പെട്ടത്. 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കണം, അറിയണം എന്നാവശ്യം. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് യേശുവിനോട് ഒരിക്കൽ പോലും അവർ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. നമുക്കൊക്കെ ആണെങ്കിൽ ആഗ്രഹമുണ്ട് പ്രസംഗിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ. അവർ 2 കാര്യങ്ങൾ, ഓൺലി 2 things they demanded from Jesus. 2 കാര്യങ്ങളാണ് യേശുവിനോട് ആവശ്യപ്പെട്ടത്. 1 ഇവിടെ വായിച്ച വാക്യമാണ്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്തെല്ലാം പഠിക്കാനിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് നന്നായിട്ടറിയാം, പക്ഷെ വേണ്ടുവണ്ണം പ്രാർത്ഥിപ്പാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പരസ്യമായി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനകളുണ്ട്, അത് പ്രാർത്ഥിപ്പാൻ നമ്മളെ പഠിപ്പിക്കണം. 2 അവർ ആവശ്യപ്പെട്ടത് എൻ്റെ ചിന്താവിഷയമല്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലൂക്കോസ് 17-ാം വാക്യത്തിലാണ് അവർ 2ാമത്തെ ആവശ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നത്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. ഈ 2 ആവശ്യബോധങ്ങളോടാണ് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളത്. അത്യാവശ്യമായി ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, അവർക്കൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു. അല്ല, വിശ്വാസം ഉള്ളപ്പോഴാണ്. കാരണം ലൂക്കോസ് 10-ാം അധ്യായം തൊട്ട് യേശു ഈ 2 പേരെ സുവിശേഷീകരണത്തിന് അയക്കുമ്പോൾ, നിങ്ങൾ പോകണം, ഭൂതങ്ങളെ പുറത്താക്കണം, ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റും, പട്ടണത്തിൽ ചെന്നാൽ പട്ടണത്തിന് സമാധാനം പറയും. തിരിച്ചവർ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത ശുശ്രൂഷ വളരെ ഫലവത്തായിരുന്നു, സാത്താൻ വെട്ടുകൊണ്ട് മിന്നൽ പോലെ കിഴക്കുന്നത് വീഴുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അവരുടെ ശുശ്രൂഷ ഫലവത്തായിരുന്നു. അവർക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടായിരുന്നു, രോഗികളുടെ മേൽ അവർക്ക് അധികാരമുണ്ടായിരുന്നു, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. അവരാ വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം. നമ്മൾ പ്രാർത്ഥിച്ചൊരു പനി മാറിയാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉച്ചകൂടിലാണ് നമ്മുടെ. അപ്പൊ ഏത് വിഷയത്തിലാണ് അവർക്ക് വിശ്വാസം പോരായിരുന്നത്? ആ 17-ാം അധ്യായത്തിലുണ്ട്. പത്രോസ് വന്ന് ചോദിച്ചു, കർത്താവേ, സഹോദരൻ ഞങ്ങളോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? അപ്പൊ 7 മതിയോ? യേശു പറഞ്ഞ് 7 അല്ല, പിന്നെ അന്നേരം പറഞ്ഞ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്, കൂട്ടുകാരനോട് പൊറുക്കാനുള്ള വിശ്വാസം മാത്രം. എൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞു തരാൻ, ഞങ്ങൾക്ക് സകലത്തെ വിശ്വാസമാണ്, അടുത്തിരിക്കുന്നതിനെ മാത്രമൊന്നുമില്ല. അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ഞങ്ങളുടെ വിശ്വാസം കൂട്ടു സഹോദരനെ അവനായി കാണുവാൻ, യേശു അവനെ കണ്ട കണ്ണുകൊണ്ട് കാണുവാൻ, യേശു അവനോട് ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അതായിരുന്നു അതിൻ്റെ അർത്ഥം. നമ്മുടെ ചിന്തയിലേക്ക് വരാം. യേശുവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ
പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ഏകദേശം അതിൽ 3-4 പേര് യോഹന്നാൻ സ്നാപകന്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ യോർദാനിൽ തീപ്പൊരി പ്രസംഗം യോഹന്നാൻ സ്നാപകൻ നടത്തുകയാണ്. സർപ്പസന്തകളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറും? ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിന് കൂടാനി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫലം കായ്ക്കാത്തതൊക്കെ വെട്ടി വേരോടെ തന്നെ കട്ട് ചെയ്ത് മുറിച്ചു കളയും, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നൊക്കെ പറഞ്ഞ് യോഹന്നാന്റെ തീപ്പൊരി പ്രസംഗം അവിടെ നടക്കുമ്പോഴാണ് യേശു ഇങ്ങനെ നടന്നു പോയി. യോഹന്നാൻ 1:29 അല്ലെങ്കിൽ യോഹന്നാൻ 1:35 യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അന്ന് 2 പേർ യേശുവിന്റെ പിന്നാലെ യാത്ര പോയി. വന്നവർ തിരിച്ചു വന്ന് 2 പേരെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ യോഹന്നാന്റെ സഭയിൽ നിന്ന് ആള് കുറഞ്ഞ് 6 സഭയിൽ ചേർന്നു. യേശുവിന്റെ സഭയിൽ ആള് കൂടി. യോഹന്നാൻ ഒരു വിഷമവും ഇല്ല. കാരണം യോഹന്നാന്റെ ആഗ്രഹം ഞാൻ കുറയണം, അവൻ ആള് കുറയണം എന്നല്ല പറഞ്ഞു, പിന്നെ ഞാൻ കുറയണം. നമ്മൾ കുറയുമ്പോഴാ സ്വർഗനാമം വലിപ്പം ഉണ്ടാകുന്നു. നാം എപ്പോഴൊക്കെ എവിടൊക്കെ കുറഞ്ഞിട്ടുണ്ടോ, നാം എവിടൊക്കെ താണു കൊടുത്തിട്ടുണ്ടോ, എവിടൊക്കെ നാം സീറോ ആകുന്നോ, അവിടെ ദൈവനാമം വളരത്തുള്ളൂ, അവിടെ ദൈവമുഖം വെളിപ്പെടുത്തത്തുള്ളൂ. അപ്പൊ യോഹന്നാൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെ കഴിക്കുന്നവനാണെങ്കിലും യോഹന്നാൻ പ്രാർത്ഥനാശീലം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പ്രാർത്ഥന പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ ശിഷ്യന്മാര് പറഞ്ഞത്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. അപ്പൊ ദൈവമക്കളെ, യോഹന്നാന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിച്ചവരായിരുന്നു. അതേ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നപ്പോൾ അവിടെ വായിച്ച വാക്യം ഇങ്ങനെ തുടങ്ങിയത്, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, തീർന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ പ്രാർത്ഥിച്ച യേശുവിന്റെ അടുക്കൽ വന്നിട്ടാ പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവനായതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്. തുടർന്നുള്ള ഭാഗം നിങ്ങൾക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുത്, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം, രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും നിനക്കാകുന്നു, ആമേൻ. ഇതാണ് ആ പ്രാർത്ഥന. മത്തായിയും ലൂക്കോസോടെ ചേർന്ന് കമ്പയർ ചെയ്ത് ആ പ്രാർത്ഥന പറയുമ്പോൾ അങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത്, വേണ്ടുവണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആവശ്യങ്ങളൊക്കെ പറയാൻ അറിയാം, ആഗ്രഹങ്ങൾ ദൈവത്തോട് നിരത്തി വെക്കാൻ അറിയാം, പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിക്കാറുണ്ടോ? അതുകൊണ്ട് എന്നോട് ആരും പിണങ്ങരുത്, നിങ്ങൾ പ്രാർത്ഥന തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളുണ്ട്. മനുഷ്യരാരും കേട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ദീർഘനിശ്വാസങ്ങളെ പോലും വലിച്ചെടുക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ളത്. ഹല്ലേലൂയ. നീണ്ട പ്രാർത്ഥനയുടെ വാചകങ്ങളിലല്ല, പ്രാർത്ഥനയ്ക്കകത്ത് നാം കുത്തിത്തിരിക്കുന്ന ആവശ്യങ്ങളുടെ കൂമ്പാരത്തിലല്ല, ഹൃദയത്തിന്റെ ഒരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം പഠിക്കാൻ പോകുന്ന 3 കൊച്ചു പ്രാർത്ഥനകൾ, 3 സിമ്പിൾ പ്രേയേഴ്സ്, 3 കൊച്ചു പ്രാർത്ഥനകൾ, സ്വർഗം പ്രസാദിക്കുന്ന, സ്വർഗം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ 1-ാം ദിവസവും അല്ലെങ്കിൽ മരണ ദിവസത്തിന് തൊട്ട് മുമ്പിൽ ഓർമ്മയുണ്ടെങ്കിൽ അന്നും പ്രാർത്ഥിക്കാൻ പറ്റിയ 3 കൊച്ചു പ്രാർത്ഥനകൾ, 3 സിമ്പിൾ വേർഡാണ് ഇന്ന് രാത്രി നാം അടുത്ത നിമിഷങ്ങൾ ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രം. നമുക്ക് വായിക്കാം 1-ാമത്തെ പ്രാർത്ഥന ഏതാണെന്ന്. 139-ാം സങ്കീർത്തനം അതിന്റെ 23-24 വാക്യങ്ങൾ വായിക്കും. അതിൽ നിന്ന് ഒരു വാക്ക് നാം എടുക്കും. മതി. സ്തോത്രം. 139-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യത്തിൽ ആ പദമുണ്ട്, സെർച്ച് മീ ഓ ഗോഡ്. 1-ാമത്തെ പ്രാർത്ഥനയാണ്, യഹോവേ എന്നെ ഒന്ന് ശോധന ചെയ്യണേ. പാസ്റ്ററെ, ഞങ്ങൾ കുറച്ചു നാളായിട്ട് ഈ ശോധനകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള 1-ാമത്തെ സന്ദേശം, വീണ്ടും പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശോധനയിൽ കൂടി നാം കടന്നു പോകുവാൻ നാം വിനയപ്പെടണം. യഹോവേ, നീ എന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്തിനാ ശോധന ചെയ്യുന്നത്? അക്കരെ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊണ്ട് ഓടുമ്പോൾ അവിടെ എന്നെ കൊണ്ടെത്തിക്കാത്ത എന്തെങ്കിലും പോരായ്മ എൻ്റെ അകത്തുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാൻ.
സ്തോത്രമല്ലേലൂയ. ആവേശത്തോടെ സിയോൻ സഞ്ചാരികൾ, മോക്ഷയാത്രക്കാർ അക്കരെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട് യോർദാന്റെ വക്കോളം എത്തിയിട്ട് രൂബേന്റെ ഗോത്രക്കാരും മനശ്ശയുടെ ഗോത്രവും അല്ലേലൂയ പലരും ഗാദീരും ഒക്കെ നിന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളെ യോർദാൻ അക്കരെ കടത്തരുത് എന്ന്. നീണ്ട 40 വർഷത്തെ ആവേശം പെട്ടെന്ന് കെട്ടടങ്ങിയിട്ട് അക്കരെ പോകുവാൻ മടി കാണിക്കുന്ന ഒരു ആത്മീയ ലോകത്തിൽ ഇന്ന് രാത്രി അല്ലിയ ഈ ഊഷല മരുഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കളോട് ദൈവദാസനെ സന്ദേശം പറയുന്നു, നിത്യതയിൽ കുറഞ്ഞൊരു ലക്ഷ്യവും നമുക്കില്ല. അക്കരെ നാട്ടിൽ പോകുന്നതിനപ്പുറത്ത് ഒരു ആവേശം നമുക്കില്ല. ഈ ലോകത്തിൽ മാറി മറിഞ്ഞു പോകുന്ന മണ്ണാകുന്ന ഈ മാണിക്യത്തിന്റെ ഈ പുറകെ പോകാതെ നിത്യതയിൽ വെളിപ്പെടുന്ന മാണിക്യത്തിന് വേണ്ടി ആ നന്മ പിടിച്ചടക്കാനുള്ള ഓട്ടത്തിലാണ് നാം. അതിനിടയ്ക്ക് കിട്ടിയ താൽക്കാലിക കൂടാരങ്ങളിൽ സ്വർഗമൊരുക്കിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠകരമായി, ശുഭകരമായി, ഐശ്വര്യമായി, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈനംദിനം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും എന്റെയോ എന്റെ തലമുറയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും ഇന്ന് രാത്രി? യഹോവയെ നീ ഒന്ന് ശോധന ചെയ്യണമേ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കരുത്തുള്ളവർ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കരുത്തുള്ളവർ, സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ മുഴങ്കാൽ ഇരുന്നുകൊണ്ട് കണ്ണുനീർ തുള്ളികളാൽ കിടക്കിയെ നനച്ച് കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനകളും മറന്നുപോകാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയെ ഉണർത്തിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? സെർച്ച് മീ ഓ ഗോഡ്, അല്ലെങ്കിൽ യഹോവേ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. എനിക്കറിയണം വ്യസനത്തിനുള്ള എന്തെങ്കിലും വഴി മാർഗം എന്റെ അകത്തുണ്ടോ? നിത്യത നഷ്ടപ്പെടുത്തുന്ന, സ്വർഗത്തെ ദുഃഖിപ്പിക്കുന്ന, ദൈവസഭയ്ക്ക് ദോഷം വരുത്തുന്ന, ദൈവദാസന്മാരുടെ കണ്ണുനീരിന് കാരണമായി തീരുന്ന, എന്റെ കൂട്ടു സഹോദരന് വേദനയ്ക്ക് കാരണമായി തീരുന്ന വ്യസനത്തിന്റെ ഏതെങ്കിലും മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നെ ശാശ്വത മാർഗത്തിലേക്കൊന്ന് നടത്തണമേ. എന്നെ ശോധന ചെയ്യണം. 139 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവം എന്നെ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രമല്ലേ. നമ്മുടെ അല്ലെങ്കിൽ വലിപ്പവും പെരുപ്പവും പൊക്കവും വണ്ണവും നീളവും ഒന്നുമല്ല ദൈവം അറിയാൻ താല്പര്യപ്പെടുന്നത്. അവിടെ പറയുന്നു he tested me and searched me and known me. അവൻ എന്നെ ശോധന ചെയ്ത് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ അറിയാം ദൈവത്തിന്? ഇരിക്കുന്നത് അറിയാം. ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ഇരിക്കുന്ന ആർക്കറിയാം? കുറച്ച് മുമ്പ് ഇരുന്ന് എവിടെ ആർക്കറിയാം? ഇത് കഴിഞ്ഞിട്ട് എവിടെ ഇരിക്കുന്നത്? സ്റ്റാഫ്. ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മീറ്റിങ്ങിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എവിടെ ഇരുന്നാലും ആരറിയും? അതറിയണം. സ്തോത്രം. എവിടെ ഇരുന്നാലും ദൈവം അറിയുമെന്ന് നാം അറിയണം. സ്തോത്രമല്ലേ. എവിടെ പോയാലും അത് ആരറിയും? യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു. ഇനിയും എഴുന്നേൽക്കുന്നവരിൽ എന്തൊക്കെ അർത്ഥമുണ്ട്? ഒത്തിരി അർത്ഥമുണ്ട്. മക്കളെ വ്യാഖ്യാനിച്ചാൽ തീരത്തില്ല. കാരണം ഇല്ല, സഭായം കഴിഞ്ഞ് പോകുന്നതല്ല ഈ പറഞ്ഞത്. വർത്താനം പറയാൻ ഇരുന്നിട്ട് എപ്പോഴാണ് എഴുന്നേറ്റെന്ന് ആരറിയുന്നു? 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റായിരുന്നെങ്കിൽ ആ കാര്യം പറയേണ്ടി വരത്തില്ലായിരുന്നു. 5 മിനിറ്റൂടെ ഇരുന്ന് പോയത് ആരറിയുന്നു? ഞാൻ ഇരിക്കുന്നതും അറിയുന്നു, എഴുന്നേൽക്കുന്നു അറിയുന്നു. പിന്നെ എന്റെ നിരൂപണം നീ എവിടെ നിന്ന് ഗ്രഹിക്കുന്നു? ദൂരത്തുനിന്ന്. നമ്മൾ ഓർത്ത് വാക്കിക്കൂടെ, വാക്കല്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. ഹൃദയത്തിലെ ചിന്തകളെ പോലും ദൈവം ദൂരത്തുനിന്ന് അറിയുന്നു. സ്തോത്രമല്ല. ചിന്തയുടെ പിന്നിലെ ചിന്ത, ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് ദ തോട്ട്സ് അല്ലിയ, ചിന്തയ്ക്ക് പിന്നിലുള്ള ചിന്ത വരെ ആരറിയുന്നുണ്ട്. കാരണം വചനത്തിന്റെ പ്രത്യേകത ചിന്തകളെയും ഭാവങ്ങളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം ചിന്തകളെ അറിയുന്നു. ഇപ്പൊ കോഴഞ്ചേരി പോയാൽ ഒത്തിരി പേരോട് ഈ ഇരിക്കുന്ന ഇരുട്ടിൽ ഇരുന്നുകൊണ്ട് കോഴഞ്ചേരി, കൊല്ലം, കോട്ടയം, കോഴിക്കോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഏകാഗ്രത ഇരിക്കണമെന്ന് ദൈവദാസന്മാർ പറയും. അലക്ഷ്യ ചിന്തകളൊന്നും പാടില്ല, മറ്റു ചിന്തകളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ നമ്മുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ വലിയ കുഴപ്പമില്ല, ഗൾഫിലൊക്കെ വലിയ ജോലിയുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ സകല നിരൂപണങ്ങളിൽ അവൻ ദൂരത്ത് നിന്ന് അടുത്ത വാക്യം എന്താ പറയുക? ഞാൻ കിടക്കുന്നതും എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 63 സംഘത്തിൽ പറയുന്നുണ്ടല്ലേ, 62 തോന്നുന്നു, നീ എന്നെ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ദുരുദ്ദേശമൊന്നും രാത്രി കിടന്നുകൊണ്ട് നാളെ അവൻ എങ്ങനെ ഇട്ട് പാര വെക്കാന്നൊന്നും ഓർക്കുന്നൊന്നും കണ്ടില്ലായിരുന്നു. നമ്മളെ രാത്രിയിൽ സന്ദർശിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ല. അപ്പം അങ്ങനെയുള്ള നാം നല്ല സുഖമായി ഉറങ്ങുന്ന മരുന്നാണ് തിരുവചനം പറയുന്നത്. 4 സങ്കീർത്തനം 8 വാക്യം പറയുന്നു, ഞാൻ സമാധാനത്തോടെ
കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ഉറക്കം വരാൻ വേണ്ടി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ പ്രിയനും അവന് ഉറക്കം കൊടുക്കുന്നു. സ്തോത്രം. സമാധാനത്തിന്റെ വഴി അന്വേഷിച്ചാൽ നമ്മുടെ ഉറക്കം സുഖമായിരിക്കും. അങ്ങനെ ഉറങ്ങുന്നവരാണ് 3-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ. അപ്പൊ എവിടെ കിടന്നുറങ്ങിയത്? താങ്ങി എഴുന്നേൽപ്പിക്കണമെങ്കിൽ അവർ അലാറം വെക്കണ്ടാന്ന്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ പേടിച്ചു പോയത് അല്ല, അത് ഇത് തന്നെ. കൈകളിലുറങ്ങുന്നു അപ്പോഴും രഥത്തിന്റെ ചക്രം. കിടന്നുറങ്ങുന്നത് ദൈവത്തിന്റെ കയ്യിലാന്നേ. കീഴെ ശാശ്വത കുഞ്ഞങ്ങളുണ്ട്. താണു പോവെന്ന് പറഞ്ഞ രാത്രിയിൽ എന്താ നീ താണു പോകാഞ്ഞത്? 4 പേര് ചേർന്ന് ചവിട്ടി താഴ്ത്തിയിട്ടും കൂട്ടു സഹോദരങ്ങൾ കൂട്ടത്തോടെ നിന്നെ തള്ളി നിലത്തിട്ടിട്ടും ഒറ്റിക്കൊടുത്തവരും ഒറ്റപ്പെടുത്തിയവരുടെ എണ്ണം ദൈനംദിനം പെരുകിയിട്ടും നീ ഇനി ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ പേര് വെട്ടിയിട്ടും നീ എന്താ താണു പോകാഞ്ഞത്? തള്ളിയിട്ട കരങ്ങളെക്കാൾ ബലവത്തായ ഒരു കരം കീഴെ ശാശ്വത കുഞ്ഞങ്ങൾ. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? താങ്ങും കരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 100 പേർ ചേർന്ന് നിന്നെ പിടിച്ചു തള്ളിയാലും വീഴുവാൻ തക്കവണ്ണം പലരും തള്ളിയാലും നിരമ്പരിചായി തകർന്നു പോയി. ഇനി അവൻ എഴുന്നേൽക്കുകയില്ല. അവൻ കിടപ്പിലായി ഒരു മാരക രോഗം പിടിച്ചിരിക്കുന്നു. ഇത് അവന്റെ അവസാനമെന്ന് എഴുതി തള്ളിയ കരങ്ങളുടെ എണ്ണം ഒന്നിനു പിറകെ ഒന്നായി നിനക്ക് വിരോധമായി ഒപ്പിട്ട, നിനക്ക് വിരോധമായി രേഖ എഴുതിയ, നിനക്ക് വിരോധമായി ആളുകൂട്ടി, നിനക്ക് വിരോധമായി എഴുതിയ പദ്ധതി ഒരിക്കൽ 100 പേർ നോക്കി നിൽക്കുമ്പോൾ നിന്നെ പൊടിയിൽ നിന്നും കുപ്പയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കരത്തെ തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നീ അറിയാതെ അത് പറയാൻ പറ്റുന്ന ഒരു സ്തോത്രം പറഞ്ഞു. നീ അറിയാതെ എന്താന്ന് പറയുന്നില്ല ആരും കൊണ്ട്. നീ അറിയാതെ ഒരു വാക്കും, എത്ര വളരെ കോൺഫിഡൻസോടാണ് പറയുന്നത്. നീ അറിയാതെ ഒരു വാക്കും എടുത്തു പറയുന്നു. സ്വർഗം അറിയാത്തൊരു വാക്കും നാവിന്ന് പുറത്തു വരുന്നു. സ്വർഗം കയ്യൊപ്പ് ചെയ്യാത്ത, അറ്റസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെ, നോട്ട് എ സിംഗിൾ വേർഡ് ഷുഡ് കം ഔട്ട് ഓഫ് യുവർ മൗത്ത് what is not attested by God. ഹല്ലേലൂയ. സ്വർഗം അംഗീകരിക്കാത്ത ഒരൊറ്റ വാക്കും നാവിന്ന് പുറത്തു വരുവാനിടയാകില്ല. ദൈവകൃപ ചോർത്തിക്കളയുന്ന ഒരു വാക്കും പുറത്തു വരില്ല. ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. സ്തോത്രം. നീ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ വഴി അടഞ്ഞൊരു സ്തോത്രം പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോ മുമ്പിലുള്ള വഴി അടച്ചു. പുറകോട്ട് തിരിഞ്ഞ് രക്ഷപ്പെടാൻ നാട്ടിൽ പോകുന്ന വെച്ചപ്പോ അതും അടച്ചു. മുൻപും പിൻപും അടച്ചു. പക്ഷെ എന്തിനാ? നിന്റെ കൈ വെക്കാൻ വേണ്ടി. സ്വർഗം തൊടാൻ വേണ്ടി അടച്ച വഴിയാണെങ്കിൽ അതിന് ആത്മാവിൽ സ്തോത്രം പറയും. സ്വർഗത്തിന് നിന്നെ തൊടാൻ വേണ്ടി മുൻപും അടയ്ക്കും പിൻപും അടയ്ക്കും. രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാതെ സങ്കീർത്തനക്കാരൻ 66-ാം സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, നീ ഹല്ലേലൂയ സ്തോത്രം, നീ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? നീ എന്നെ വലയിലകപ്പെടുത്തി മുതുകത്തൊരു ഭാരം വെച്ചിരിക്കുന്നു. വഴിയെ പോകുന്നവരെല്ലാം തലയിൽ കൂടെ കയറി പോവുകയാ. നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടെ കയറി ഓടിക്കുമാറാക്കി. പലപ്പോഴും ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ചുമക്കുവാൻ പറ്റാത്ത ഭാരങ്ങളും അതിന്റെ ഉത്തരവാദിത്വങ്ങളും വഹിക്കുവാൻ കഴിയാത്ത വേദനകളും മനുഷ്യരെല്ലാം തലയിൽ കൂടി കയറി ഇറങ്ങുന്നത് പോലെ മെതിക്കപ്പെടുന്ന ഈ അവസരങ്ങളും ഇടം വലം അടഞ്ഞുപോയ വഴികളും മാർഗങ്ങളും പെട്ടെന്ന് തുറക്കുമെന്ന് വിചാരിച്ചതിന് കാലതാമസം നേരിട്ടതും ഒക്കെ കണ്ട് പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിലപിക്കാതെ നാളെ ദൈവം തുറക്കുന്ന പുത്തൻ വഴികൾക്കായി, അത് ആത്മീയമായി, അത് ഭൗതികമായി, അത് ശാരീരികമായി, അത് മാനസികമായി അസാധാരണത്വങ്ങൾ ദൈവസഭയിൽ വെളിപ്പെടുമെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. ഇന്ന് രാത്രി കേവലം പദ്ധതികളല്ല, നീ ചിന്തിക്കാത്ത, നിന്റെ ഹൃദയത്തിൽ തോന്നാത്ത, മനസ്സിൽ വിചാരിക്കാത്ത, മറ്റുള്ളവർ നിനക്ക് വേണ്ടി കരുതുവാൻ ഭാരപ്പെടുന്ന അതിനപ്പുറത്ത് ചില ശ്രേഷ്ഠകരമായ ദൈവിക നന്മകൾ ഇന്ന് രാത്രി പെയ്തിറങ്ങട്ടെ. ആത്മാവിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഉടനെ സങ്കീർത്തനക്കാരൻ പറയാ, ഈ പരിജ്ഞാനം, ഈ അറിവ് എനിക്ക് അത്യത്ഭുതം
ആയിരിക്കുന്നു. ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപണങ്ങളും വാക്കുകളും ഒക്കെ സ്വർഗം അറിയുന്നെങ്കിൽ, എൻ്റെ വഴി അടച്ചതും വഴി തുറന്നതും ദൈവമാണെങ്കിൽ ഈ അറിവ് എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിന്റെ കണ്ണെന്നെ കാണും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല, സകലവും നിനക്ക് ഒരുപോലെ തന്നെ. അടുത്ത വാക്യങ്ങളിലേക്ക് വരിക, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. തിരിച്ചറിവാണ് ദൈവമക്കളെ. ഇന്ന് രാത്രി ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചവൻ. എൻ്റെ അമ്മയുടെ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ കണ്ണെന്നെ കണ്ടു. ഭയങ്കര അതിശയകരമായി എന്നെ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. സ്തോത്രം. നിങ്ങളൊരു അതിശയ ദൈവമക്കളെ, വിശ്വാസമുണ്ട്. പലരും പറയും ഞാൻ എനിക്കൊരു പാഴ്ജനമേ. പലരെയും കേട്ടിട്ടുണ്ട്. കൗൺസിലിംഗ് എന്നൊക്കെ വരുന്നത് പറയും എൻ്റെ ലൈഫ് ഒരു പാഴ്ജനമോ ഇങ്ങനെ. ഇല്ലില്ല, കണ്ണാടിയുടെ മുമ്പിൽ പോയിന്നുകൊണ്ട് എപ്പോഴും പറഞ്ഞു ഞാൻ ആരാ. സ്വതന്ത്രം പറഞ്ഞാണ് ഞാനൊരു അത്ഭുതമാണ്. അപ്പൊ ഭർത്താവ് പറയാം അത് തന്നെ, നീ ഒരു അത്ഭുതം തന്നെ. ഭാര്യ പറയാം അച്ഛനൊരു അത്ഭുതം തന്നെ, ഒരു അത്ഭുത ജീവി. അതല്ല ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിലമതിപ്പുണ്ടാകണം. യു നീഡ് ടു ആക്സെപ്റ്റ് യുവർസെൽഫ്. സ്വയം അംഗീകരിക്കാത്തവർക്ക് വേറെ ആരെ അംഗീകരിക്കാൻ പറ്റുന്നു? വേറെ ആരെങ്കിലും അംഗീകരിക്കാത്തതുണ്ടെങ്കിൽ ഓർത്തോണം, അവർ സ്വയം എന്ത് ചെയ്യത്തില്ല. നമ്മളെ തന്നെ അംഗീകരിക്കണം. ഈ തണ്ടും തൻ്റെ ഇടം പറഞ്ഞ കാര്യമല്ല. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ തലവലിക്കേണ്ടി വരത്തില്ല. കാരണം ഭയങ്കരവും അതിശയകരമായി, അത് പ്രത്യേകം ഒരാളുടെ പേര് പറഞ്ഞല്ല. ഇന്ന് രാത്രി നീളമുള്ളവർക്കും നീളമില്ലാത്തവർക്കും അല്ല, ജീവിതയാത്രയിൽ നിങ്ങൾ ആരാകണമെന്ന് അറിയുന്ന ദൈവം. ഞാനത് പറഞ്ഞു വരികയാണ്. ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ വാക്കുകളൊക്കെ പറയുകയാണ്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ എന്ന എൻ്റെ ഈ സ്കെലിറ്റൻ ആർക്ക് മറവായിരുന്നില്ല? എൻ്റെ കണ്ണിന്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യമാണ് ഇന്നത്തെ ചിന്തയുടെ അടിസ്ഥാനം. അവയൊക്കെയും നിന്റെ പുസ്തകത്തിൽ. അപ്പൊ സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് എന്തെഴുതി വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ ആകൃതി, രൂപം, ഭാവം, നിറം, നിങ്ങൾ ആരായിത്തീരണം, നിങ്ങൾ എവിടെ ജനിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ ആരായിരിക്കും, നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകും, നിങ്ങൾ എവിടെ പാർക്കും, എന്നായിരിക്കും നിങ്ങളുടെ അവസാനം. ഇത് സകലതും എഴുതി വെച്ചൊരു പുസ്തകം അവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് നാം ബോധമില്ലാത്തത് പോലെ നടക്കുന്നത്. കാരണം എൻ്റെ ഭാവി അറിയുന്ന ഒരുവനെ എനിക്കറിയാം. ആ തിരിച്ചറിവ്, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആകുല ചിന്ത ഇന്ന് രാത്രി നമ്മെ വിട്ടു മാറും. കാരണം ആരൊക്കെ മായ്ച്ചാലും മായ്ക്കുവാൻ കഴിയാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് കൊത്തിവെച്ചിരിക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിൽ സ്വപ്നം കണ്ടു വേണം ഈ ഭൂമിയിൽ വിശുദ്ധനായി ജീവിക്കുവാൻ. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പിശാചിന് തൊടുവാൻ കഴിയാത്ത കല്ലിൽ കൊത്തിയ അക്ഷരമായി സ്വർഗം കൊത്തിവെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഉയരത്തിലുണ്ട്. ആത്മാവിൽ അത് കാണാൻ കഴിയുന്നവർ, ആത്മാവിൽ കാണുവാൻ കഴിയുന്നവർ, കണ്ണു തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവർ, അത് കണ്ണു തുറന്ന് ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ ആരാധിക്കും? അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ആകുലചിന്തയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി മാതാപിതാക്കൾ വിളിച്ചു പറയണം, കുഞ്ഞുങ്ങളോട് പറയണം, നിന്റെ ഭാവി ഈ പുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലൊരു പുസ്തകമുണ്ട്. ഒത്തിരി പുസ്തകമുണ്ട് അവിടെ. അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ സമയം. സ്വർഗത്തിൽ കണ്ണുനീര് പ്രാർത്ഥന മാത്രം എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. 56-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യം പറയുന്നു, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഹല്ലേലൂയ. നീ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുന്നു. അത് നിന്റെ പ്രാർത്ഥിക്കുന്ന കണ്ണുനീർ അങ്ങോട്ട് വീഴുമ്പം നമ്മൾ ഓർത്ത് ഒരു കർച്ചീഫിലോ നാപ്കിനിലോ ഒക്കെ തുടച്ചു കഴിഞ്ഞാൽ തീർന്ന് കിടക്കയിൽ മുഖമമർത്തി കരഞ്ഞതും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചതും രാത്രി പ്രാർത്ഥിച്ചതും ഒക്കെ ആരും കണ്ടില്ലെന്ന്. പക്ഷെ സ്വർഗത്തിലൊരു വലിയ പുസ്തകമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന എഴുതി വെക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു പുസ്തകമുണ്ട്. അതവിടെ വെച്ചിരിക്കണം. ഇതെന്റെ പ്രസംഗ ഭാഷ പറയുകയാണ്, തെറ്റിദ്ധരിക്കും ചെയ്യരുത്. കാരണം ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആര് പ്രാർത്ഥിച്ചാൽ ഉടനെ എന്ത് എടുക്കും? ഡേറ്റ് ഇട്ട് അവിടെ എഴുതി വെക്കും. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ?
നിങ്ങളുടെ കണ്ണുനീര് ഇപ്പം മെഡിക്കൽ ഇവിടെ എല്ലാം മിക്കവാറും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ബ്ലഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം വരെ അവരെന്ത് പറയും. നമ്മളെല്ലാം രോഗികളായത് ഇത് കൊണ്ട് കൊടുത്തിട്ട് അതുവരെ ആർക്കും ഒരു അസുഖം എന്ന് നിങ്ങൾ പരിശോധിക്കാൻ കൊടുക്കുന്നു. അന്ന് തൊട്ട് നിങ്ങൾ ആരാണ്? രോഗികളാണ്. അപ്പൊ നോക്കണം, ഈ രോഗം എല്ലാം അറിയാം. പക്ഷെ കണ്ണുനീര് കൊണ്ട് കൊടുത്തിട്ട് എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ പറ്റും? ഒരു ഡോക്ടർക്കും അറിയത്തില്ല, ഒരു ലാബിലും പറയത്തില്ല. ഇതിനകത്ത് സോഡിയം ഉണ്ടോ ക്ലോറൈഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞില്ല. പക്ഷെ എന്തിനാ കരഞ്ഞെന്ന് അറിയാൻ ആരേ ഉള്ളു? ഇരുന്ന് കരയുന്ന സ്തോത്രം. ഒരു അമ്മച്ചി ആലയത്തിൽ വന്നു. 1:1-13 ഈ പ്രാർത്ഥനയ്ക്കകത്ത് വാക്കുകളൊന്നുമില്ല കേട്ടോ. ഈ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ എന്തോ വേണ്ട, വാക്കുകളൊന്നും വേണ്ടാന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ അമേരിക്കയിലൊക്കെ ഒത്തിരി കോൺഫറൻസ് നടക്കും, വലിയ വലിയ കോൺഫറൻസ് നടക്കും. അപ്പോൾ ഈ പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ പരിപാടിയാണ്. ഒന്നാമത് ആരും കേൾക്കണ്ട, അമേരിക്ക അച്ഛന്മാർ തൻ്റെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ്. ഒരാൾ ഞാൻ അമേരിക്ക ചെന്ന് 10-14 വർഷം മുമ്പ് അവിടെ ചെന്ന സമയം ഞാനൊരു ആരും അറിയപ്പെടാത്തൊരു പാസ്റ്റർ മൂലയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ 10-25 വർഷമായി ഇവിടെ വന്നിട്ട് ഈ കോൺഫറൻസിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയം ഇവരാരും തന്നില്ലെന്ന്. എനിക്ക് വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. അത് എപ്പോഴാണ് പാസ്റ്റർ പ്രാർത്ഥിച്ചത്? രാത്രിയിലെ മീറ്റിംഗാണ്. ഞാൻ പറഞ്ഞല്ല, വന്നപ്പോൾ തൊട്ട് ഞാൻ എന്തുകൊണ്ടിരിക്കുക. പുള്ളി പറഞ്ഞത് ഇതിന്റെ പുറകെ ഇന്ന് പ്രാർത്ഥിക്കാൻ കിട്ടില്ല. ഈ സാധനം ഇങ്ങനെ സ്റ്റാൻഡേ വെച്ചിട്ട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് മയക്കൊന്നും വേണ്ടെന്ന്. ഈ മക്കളെ മുഴങ്കാൽ ഇരുന്നു കൊണ്ട് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ഹൃദയത്തിലെ തേങ്ങല് പോലും സ്വർഗം ഒപ്പിയെടുക്കുന്നുണ്ട്. ആരും കേൾക്കണമെന്നില്ല, കേൾക്കാൻ പ്രാർത്ഥിച്ചാലും. കാരണം പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശബ്ദമുണ്ടെന്ന് ബൈബിളിലെ സ്തോത്രം. എന്റെ സമയത്ത് നിർത്തിക്കോളാം. എൻ്റെ ഒത്തിരി ശബ്ദമുണ്ട്. ചില പ്രാർത്ഥന നിശബ്ദമാണ്, ഒരു മനുഷ്യൻ പോലും കേൾക്കത്തില്ല. ഇറ്റ്സ് എ സൈലന്റ് പ്രയർ. നോ വൺ ക്യാൻ സീ, നോബഡി ക്യാൻ ഹിയർ, ബട്ട് ഗോഡ് ആൻസറിങ് പ്രയർ. ഒരു മനുഷ്യൻ കാണത്തുമില്ല, ഒരു മനുഷ്യൻ കേൾക്കത്തുമില്ല, പക്ഷെ സ്വർഗം കേൾക്കുന്നുണ്ട്. 62-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഹല്ലേലൂയ, ദൈവത്തെ ഹല്ലേലൂയ, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അതേ സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം, എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളം നിന്നെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന്. ആരും കേൾക്കാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങൾ ആരോടും പറയാതെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. ഈ ഊഷണ മണ്ണിൽ നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ഇടം വലം നിൽക്കുന്നവർക്ക് കാണുവാൻ കേൾക്കുവാൻ കഴിയാതെ ഹൃദയത്തിലെ എത്ര പ്രാർത്ഥനകൾക്ക് ഒരു ദൈവദാസൻ എന്ന നിലയിൽ അനുഭവത്തോടും അധികാരത്തോടും പറയട്ടെ, 4 പേരോട് പറഞ്ഞു, സഭയിൽ സാക്ഷ്യം പറഞ്ഞു, മറ്റുള്ളവരെ കൊണ്ടും പ്രാർത്ഥിച്ചും ദൈവത്തോട് പറഞ്ഞതിനേക്കാൾ എത്രയോ പ്രാർത്ഥനകൾ ആരോടും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിന്റെ മറുപടി മഞ്ഞ് പെയ്യുന്ന പോലെ, മഴ പെയ്തിറങ്ങുന്ന പോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ സ്വർഗം ചൊരിഞ്ഞിട്ടില്ലേ? വൈഷമാന ആരോടും പറയാതെ, ആരെയും വിളിച്ചു പറയാതെ, ആർക്കും എഴുതി കൊടുക്കാതെ, നീയും നിന്റെ മുറിക്കകത്ത് വിരിച്ച പായും ഭരണയിൽ മുഖമമർത്തിയും കരഞ്ഞ കണ്ണുനീരുകളും വിലപിച്ച വിലാപങ്ങളും സ്വർഗം ശ്രദ്ധയോടെ കേട്ടു. ചില സമയത്ത് നിലവിളിക്കാൻ നിനക്ക് ശക്തിയില്ലായിരുന്നു. അന്നും അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അങ്ങോട്ട് ശബ്ദമുയർത്തുവാൻ നിവൃത്തിയില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. കരഞ്ഞു കരഞ്ഞ് തളർന്നു പോയ മാസങ്ങൾ ഉണ്ടായിരുന്നു. വിലപിക്കുവാൻ പോലും അതരം പൊങ്ങാതെ ഞാൻ വിലപിച്ചിട്ടുണ്ട്. അന്നും സ്വർഗം എന്റെ ഒച്ച കേൾക്കാൻ ചെവി ചായിച്ച്, എന്റെ നെഞ്ചോട് എന്റെ വായോട് തന്റെ ചെവി ചായിച്ച് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഇറങ്ങി വന്ന് കേൾക്കുന്ന ഒരു ദൈവം. സ്തോത്രം. അപ്പൊ നിശബ്ദമായി പ്രാർത്ഥിക്കും. ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുക. 1:1-13 വാക്യം വായിക്കണ്ട. ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചതിനാൽ അവളുടെ ആദരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്ത് കേൾക്കാനില്ല. ഇങ്ങനെയും പ്രാർത്ഥനയുണ്ട്. ലിപ്സ് മൂവിങ് പ്രയർ എന്നാ പറയുന്നത്. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ, നാട്ടുകാരൊക്കെ കാണും, പക്ഷെ ആർക്കും തിരിച്ചറിയത്തില്ല. അതിന് പാസ്റ്റർ പോലും തിരിച്ചറിഞ്ഞില്ല. ഏലി പാസ്റ്റർ എന്താ പറഞ്ഞത്? ഇവള് വീഞ്ഞ് കുടിച്ചിരിക്കുക. കാരണം ആ പിള്ളേരെല്ലാം വീഞ്ഞ് കുടിച്ച് വീട്ടിൽ കറങ്ങി നടക്കുന്ന ആരും കണ്ടിട്ടുണ്ട്, ഏലി കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി വിചാരിച്ചു ചിറി അനങ്ങുന്നവരെല്ലാം എന്തിനു വേണ്ടി? കാരണം നമ്മുടെ സ്വഭാവം, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ 6 പേര് അടിച്ചാരവിക്കും മറ്റുള്ളവർ. നമ്മുടെ പോരായ്മകളാണ് നമ്മൾ ആരെ കണ്ടാലും അവനും എന്നെ ഇത് നീ ചെയ്തിട്ട് ഞാൻ നിന്നെ പോലുള്ളവരെന്ന് നിരൂപിച്ചു. ദൈവത്തെ പോലും അങ്ങനെ ദുഷ്ടന്മാരെ പരീക്ഷിക്കുന്നത് എൻ്റെ കൂട്ട് തന്നെയാണ് ദൈവം എന്ന് നോക്കുക. അങ്ങനെ ഹന്ന ആദരം കൊണ്ട് ഇങ്ങനെ ചെറിയ അനക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനകത്ത് പിന്നിൽ നേർച്ചയായിരുന്നു.
ഏലിക്കൊന്നും മനസ്സിലാകണമെന്നില്ലെന്നേ. ഏലി പുരോഹിതന് മനസ്സിലായില്ല, പക്ഷെ ആദരം കൊണ്ട് അവൾ നേർക്കുക. വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടെ പ്രാർത്ഥനാ വിഷയം, എനിക്കൊരു മോൻ വേണം, എനിക്കൊരു കുഞ്ഞു വേണം, എനിക്കൊരു കുഞ്ഞു വേണം. പള്ളി വന്നപ്പോൾ പ്രെയർ മാറി, കാരണം പള്ളിയിൽ ഒരു പാസ്റ്റർ വേണമെന്നായി. അവിടെ വന്നപ്പോഴായിരുന്നു ഇവിടുത്തെ പാസ്റ്റർ അറിയില്ല പറഞ്ഞിട്ട്. കാരണം ഏലി പുരോഹിതൻ ഏലി പുരോഹിതന്റെ മക്കൾ ക്രമം കെട്ട് നടക്കുമ്പോൾ ആലയത്തിൽ ശുശ്രൂഷ വെളിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹന്ന പറഞ്ഞു, നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ദൂത്, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പല വിഷയങ്ങളും ആമേൻ പറയുമ്പോൾ അതിനെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. അതിന്റെ ആവശ്യങ്ങളും അതിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിന്റെ ഭാഷ പോലും ആമേൻ പറയുന്നതിന് മുമ്പ് ആത്മാവ് മാറ്റിമറിക്കും. അത് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാണ്. എന്റെ കാര്യം നടന്നില്ലെങ്കിലും ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നടക്കണമെന്ന് ആകാംക്ഷയോടെ ആവേശത്തോടെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിന്റെ മറുപടികളാണ് ഇന്നുവരെയും നടന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ അവൾ ആദരം കൊണ്ട് പ്രാർത്ഥിച്ചു. ചില പ്രാർത്ഥന അല്ലെങ്കിൽ നിശബ്ദമല്ല, ആദരം അനങ്ങിയതല്ല, നാട്ടുകാരെല്ലാം കേൾക്കും, പക്ഷെ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ആരും അറിയത്തില്ല. 55 സംഘത്തിൽ 2 വാക്യത്തിലുണ്ട്, ദുഷ്ടൻ ശത്രുവിന്റെ ആരവം നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരക്കം. എല്ലാവർക്കും ഒച്ച കേൾക്കാം, എല്ലാവരും കാണുകയും ചെയ്യും, പക്ഷെ ആർക്കും അറിയത്തില്ല. എന്തിനാ? വാ തുറന്ന് പറഞ്ഞാൽ വാക്കിൽ പിടിക്കും, അകത്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങനെയുള്ള വിഷമൊക്കെ ഉണ്ടായിട്ടില്ലേ? പറഞ്ഞാൽ വാക്ക് പുറത്തും വിടാൻ പറ്റത്തില്ല, ഇട്ട് ഒതുക്കാനും എന്നെ സങ്കടം എനിക്ക് ഒതുക്കാൻ പറ്റുന്നില്ല, വിങ്ങി വിങ്ങി ഏങ്ങലടിച്ച്. പക്ഷെ ദീർഘനിശ്വാസങ്ങളെ ദൈവം ഡീകോഡ് ചെയ്ത് ഭാഷയാക്കി മാറ്റി. നീ എന്തിനാ പ്രാർത്ഥിച്ചെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അത് തന്നെയല്ലേ ഏലിയുടെ അതിർത്തിൽ കൂടെ വന്നത്. അയ്യോ യജമാനനെ, ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. മനോവ്യസനം. ആ മനോവ്യസനം എന്താണെന്ന് സ്വർഗം വ്യാഖ്യാനിച്ചിട്ട് അതിരമായ ഏലിയുടെ അതിരത്തിൽ കൊടുത്തിട്ട് അതിരത്തിൽ കൂടെ പ്രവചനമായി പറയുന്നു, അടുത്ത വർഷം നിന്റെ വീട്ടിൽ ഈ വെളിപ്പാട് നന്മയുണ്ടാകും. അതെ, മനോവ്യസനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കണ്ണുനീരിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, ഈ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദൈവത്തോടാണ് ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, യഹോവേ എന്നെ ശോധന ചെയ്തൊന്ന് അറിയണം. എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ ഈ കാലഘട്ടത്തിൽ ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവകൃപയില്ലാതെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവഹിതമില്ലാത്ത വികാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ യഹോവേ എന്നെ ഒന്ന് ശോധന ചെയ്യണം. സെർച്ച് മീ ഓ ഗോഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒത്തിരി മണിക്കൂറൊന്നും വേണ്ട, ഒറ്റ വാക്കി പ്രാർത്ഥിക്കൂ. സ്വർഗം നിങ്ങളെ അറിയും. ദൈവം നിങ്ങളെ അല്ലെങ്കിൽ അറിയണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 തൊട്ട് താഴോട്ട് വായിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ പോയി ദേശം കൈവശമാക്കണം. കഴിഞ്ഞ 40 വർഷം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ കൂടി വിശപ്പിക്കുകയും താഴ്ത്തുകയും നിങ്ങൾക്ക് കട്ടതകളൊക്കെ തരികയും ചെയ്തതിന്റെ കാരണം നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. സ്തോത്രം. ഐ വാണ്ട് ടു നോ വാട്ട്സ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഇരിപ്പെന്ന് പറഞ്ഞാൽ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയാ ദൈവം നമുക്ക് ശോധന ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുന്നത് നാം വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ. സ്തോത്രം. നമ്മെ തന്നെ ആരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ താഴ്ത്തുവാനും നമ്മെ തന്നെ വെണ്ണീറിലിരിക്കുവാനും സമർപ്പിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ ദൈവം അവസരം തരും. പ്രാർത്ഥിക്കണം, യഹോവേ എന്നെ ശോധന ചെയ്ത് അറിയണം. 2ാമത്തെ പ്രാർത്ഥന സ്തോത്രമല്ലേ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 30-ാം വാക്യമായി. മാത്യു ചാപ്റ്റർ 14 രണ്ടാമത്തെ ചെറിയ പ്രാർത്ഥന, സേവ് മീ ഓ ലോർഡ്, രക്ഷിക്കണേ. ഒന്നാമത്തെ എന്തായിരുന്നു? സെർച്ച് മീ. രണ്ടാമത്തെ രക്ഷിക്കണേ. കൊച്ചു പ്രാർത്ഥനകളായി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രമല്ല. കർത്താവേ എന്നെ രക്ഷിക്കണം. ഏത് കയത്തിൽ നിന്നും കയറി വരുവാൻ ഒരു നിലവിളിക്ക് കഴിയും. ഏത് മുങ്ങിത്താഴുന്ന വിഷയത്തിൽ നിന്നും പൊക്കിയെടുക്കുവാൻ ഒരു നിലവിളിക്ക് കഴിയും. ഇവിടെ ഉപവാസം ഇരിക്കാനും സഭയിലെ ആൾക്കാർക്ക് ഫോണിൽ വിളിച്ച് കാര്യം പറയാൻ നേരമൊന്നുമില്ല. ഒറ്റ നിലവിളി, യഹോവേ രക്ഷിക്കണേ. സ്തോത്രം. അതിൽ 22 മുതൽ വായിക്കുമ്പോൾ
പുരുഷാരത്തെ യേശു അപ്പം കൊണ്ടൊക്കെ പോഷിപ്പിക്കുന്ന സംഭവങ്ങളാണ്. 5000 കുടുംബങ്ങൾ, 5000 പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികളൊക്കെ ഉള്ള വലിയൊരു മീറ്റിംഗ് നടക്കുന്നു. സ്തോത്രം. ഇത് ഒരു ദിവസത്തെ മീറ്റിംഗ് ആട്ടോ. എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. 3 ദിവസത്തെ അല്ല, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച സംഭവമാണ് 3 ദിവസത്തെ മീറ്റിംഗ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനുണ്ട്. സന്ധ്യ വരെ ഇരുന്നുള്ളു. എന്നാലും സന്ധ്യ വരെയെങ്കിലും ആൾക്കാർ ഇരുന്നല്ലോ, പിള്ളേരും അനങ്ങാതെ ഇരുന്നല്ലോ. അതൊക്കെയാണ് അതിനകത്ത് വലിയ കാര്യം. ഓക്കെ, വൈകുന്നേരം ആയപ്പോൾ യേശു ശിഷ്യന്മാരോട് തന്നെ എന്ത് ചെയ്തു? ഈ പുരുഷാരത്തെ പറഞ്ഞയക്കാൻ ബന്ധപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് ആഹാരം കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ വിഷയമല്ല. അവരെ പറഞ്ഞയച്ചു. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്നാണ് വായിക്കുന്നത്. 22-ാം വാക്യം, 23-ാം വാക്യം. അവൻ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. അങ്ങനെ യേശു തനിച്ച് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ശിഷ്യന്മാർ നടുക്കടലിലേക്ക് ഇറങ്ങുന്നു, തണ്ട് വലിച്ചു കുഴയുന്നു. ആ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. 3 യാമങ്ങൾ യഹൂദന്മാരുടെ സമയക്കണക്കനുസരിച്ച് പകൽ 12 നാഴിക നേരവും വൈകിട്ട് 4 യാമങ്ങളുമായി തിരിച്ചിരിക്കുകയാണ്. 1-ാം യാമം 6 മണി തൊട്ട് 9 മണി വരെ 1-ാം യാമം, 9 തൊട്ട് 12 വരെ 2-ാം യാമം, 12 തൊട്ട് 3 മണി വെളുപ്പിനെ 3 മണി വരെ 3-ാം യാമം, 3 മണി തൊട്ട് പ്രഭാതത്തിൽ 6 മണി വരെ 4-ാം യാമം. അങ്ങനെ ആദ്യത്തെ 3 യാമത്തിലും ഏകദേശം 8 മൈൽ വീതിയുണ്ട് ഗലീല കടലിൽ. അല്ലേ, ഏകദേശം നടുക്കടലിലെത്തി. 4 യാമം 3 യാമം കൊണ്ട് അവരെവിടെ എത്തി? നടുക്കടലിലെത്തി. നമ്മളൊരു കണക്ക് വെച്ച് പറയാം, കറക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല. 8 മൈൽ വീതിയുള്ള 8 മൈൽ വീതിയുണ്ട്. ഇപ്പം എവിടെ നിൽക്കുക? എത്ര മൈലായി? എന്നാലും പറഞ്ഞാട്ടെ, കുറച്ച് കണക്കൂടൊക്കെ. ജീവിതമല്ലേ, കണക്കല്ലേ ജീവിതമൊക്കെ. അപ്പം നടുക്കിപ്പോൾ 4 മൈൽ നടുക്കെത്തി. ഇനി എത്ര മൈലൂടെ പോകണം? എത്ര യാമം കൂടെ വേണം പോകാൻ? 3 യാമം കൊണ്ടാണ് എവിടെ വന്നത്? നടുക്ക് വന്നത്. ഇനി മിനിമം എത്ര വേണം? 3 യാമം വേണം. പ്രാർത്ഥനയുടെ വ്യത്യാസമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അങ്ങനെ വെളുപ്പിന് 3 മണി ആയപ്പോഴത്തേന് എവിടെ വരെ എത്തിയിട്ടുള്ളത്? ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിക്കോളൂ. 10-13 വർഷമായില്ലേ? എവിടെ വരെ എത്തി നിങ്ങൾക്ക് മാത്രം അറിയാം. നടുക്കടൽ വരെ. കരയ്ക്ക് അടിക്കണം. ഒരു കരത്തിലും അടിക്കണ്ടേ, കരയ്ക്കൊന്ന് അടുപ്പിക്കണ്ടേ? നടുക്കടലിൽ വരെ കൊണ്ട് നിൽക്കുകയാണ്. രാത്രി ആയപ്പോൾ കാറ്റ്, കടല്, പെരുപ്പം, തണ്ട് വലിച്ചു കുഴഞ്ഞു രക്ഷപ്പെടുമെന്ന ആശയൊക്കെ നടന്നപ്പോൾ ആര് നടന്നു വരുന്നു? വരുന്ന വരവേണ്ട നമുക്ക് എന്താ തോന്നി? ഭൂതമാണ്. പിന്നെ നമ്മളെ ഓരോന്നൊക്കെ വിളിക്കുന്ന വല്ല മക്കളുടെ കാര്യം. അയ്യോ, എന്നാലും അച്ഛനെ അങ്ങനെ വിളിച്ചല്ലോ, അമ്മാമ്മേനോട് അങ്ങനെ പറഞ്ഞല്ലോ, സഹോദരി എന്നെ കണ്ടിട്ടോ അങ്ങനെ പറഞ്ഞല്ലോ, കർത്താവിനെ ഭൂതമാണെന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി നമ്മുടെ ദേഹത്തുള്ള നമ്മളെ വിളിച്ചവല്ലോ, തെറ്റിദ്ധരിക്കുന്ന കാര്യം. അപ്പോൾ അത് വിട്. എനിവേ, യേശു ഇങ്ങോട്ട് നടന്നു വരുന്ന കണ്ടപ്പം അത് ഭൂതമാണെന്ന് പറഞ്ഞു. യേശു അടുക്കെന്ന് പറഞ്ഞു, ഞാൻ കർത്താവാകുന്നു. അടുത്ത വാക്യം വായിക്കുന്നുണ്ട്. കർത്താവേ, അത് ശീമോൻ കേട്ടപ്പോൾ കർത്താവാന്ന് അറിഞ്ഞപ്പോൾ പുള്ളി എടുത്ത് വെള്ളത്തിൽ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ സാഹചര്യം ശ്രദ്ധിക്കണം. അങ്ങനെ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ തുടങ്ങി. അസാധ്യതയുടെ മുകളിൽ കൂടെ നടക്കുന്നത്. സ്തോത്രം. അങ്ങനെ നടക്കുമ്പോൾ കാറ്റ് കണ്ട് പേടിച്ച്, ഇത്ര നേരം കാറ്റ് അടിച്ചുകൊണ്ടിരുന്നത് പേടിച്ചു വരുന്ന ആളാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? താഴാൻ തുടങ്ങി. ഇനി അവിടെ നിൽക്കണം. പത്രോസിന്റെ പ്രൊഫഷൻ എന്താണ്? ഇവിടെ എത്ര നീന്തറിയാം? എത്ര നീന്തറിയാം? മിക്കവരെല്ലാം അറിയാം. എനിക്കും അറിയാം. പക്ഷെ 3-ാം ദിവസം പൊങ്ങി വരത്തുള്ളൂ. അപ്പം ഈ നല്ല നീന്തറിയാവുന്ന പത്രോസാണ്. കാരണം കടലുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അതിനകത്ത് 7 പേര്, 12 ശിഷ്യന്മാരിൽ 7 പേര് മീൻപിടുത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാണ്. പത്രോസ്, യാക്കോബ്, അവരെണ്ണം വല വീശിക്കൊണ്ടിരുന്നപ്പോഴും, പിന്നെ യാക്കോബിന്റെ സഹോദരിയുടെ മക്കളായ യാക്കോബ്, യോഹന്നാനും വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴും, ബത്സയിദക്കാരനായ ഫിലിപ്പോസ്, നദനിയേലും ആ ഭാഗത്തുള്ളവനാണ്. അങ്ങനെ 7 പേര്. ഇതിനകത്ത് കണക്ക് കൂട്ടാൻ അറിയാവുന്ന ആരേ ഉള്ളു? മത്തായി. പുള്ളിയായിരുന്നു ടാക്സ്. പക്ഷെ അതിട്ട് ട്രഷറാക്കിയത് ആരെയാണ്? യൂതെ. അത് നമ്മുടെ വിഷയമല്ലല്ലോ പറയാൻ. അത് പോയിക്കോട്ടെ, കാരണം ഈ നിയോഗമൊക്കെ വേറെയാണ്. അങ്ങനെ ഈ മത്തായിയാണ് കണക്ക് കൂട്ടുക. അങ്ങനെ 1-2 പേര് ഒഴിച്ചു. കാരണം അവസാനം 21-ാം അധ്യായത്തിൽ, യോഹന്നാൻ 21-ാം അധ്യായത്തിലും ഞാൻ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് ചാടി വെള്ളത്തിൽ കയറി? 7 പേര് വെള്ളത്തിൽ കയറി. അപ്പം ഈ 7 പേർക്ക് എന്തോ അറിയാം? നീന്താൻ അറിയാം. ഈ ഗലീല കടൽപ്പുറത്ത് ജനിച്ചു വളർന്ന് നന്നായിട്ട് നീന്തുന്നവരാണ് ആര്? പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ബർത്തലോമായും എല്ലാവരും നീന്തുന്നവരാണ്. പത്രോസിന് നീന്തറിയാം. ഈ താഴാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നീന്തിയ. അത് പറയാനേ വരുന്നത്. പ്രാർത്ഥനയുടെ മറുപടി പറയാനാണ് വരുന്നത്. നടുക്കടലില്ല, താഴുമ്പോൾ ഈ കടൽ നീന്താൻ മിടുക്കന്മാരല്ലേ. പക്ഷെ ഇതിനകത്ത് ഇരിപ്പുണ്ടാര്? നീന്തറിയാവുന്ന ആൾക്കാർ എവിടെ ഇരിപ്പുണ്ട്? പടകി ഇരിപ്പുണ്ടെന്ന്. അവർക്ക് ചാടിയാൽ ആരെ രക്ഷിക്കാം? പത്രോസിനെ. പരിചയമുള്ളിടത്ത് നാം താഴും. പരിചയമുള്ളവർക്കും സഹായിക്കാൻ കഴിയാതെ വരും. അവിടെ വെളിപ്പെടുന്നതാണ് രക്ഷയുടെ കാര്യം. പരിചയമുള്ള ജോലിയിൽ നീ പരാജയപ്പെടുമ്പോഴും,
പരിചയമുള്ളവരെല്ലാം പരിചയമില്ലാത്തവരെ പോലെ പരിചയഭാവം നടിക്കാതെ മുഖം തിരിച്ചു നടക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന രക്ഷിക്കുന്ന കരമുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല നിന്റെ നിലനിൽപ്പ് നോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തോണം. നിന്റെ അറിവല്ല, നിന്റെ കഴിവല്ല, നിന്റെ പിൻബലമല്ല, നിന്റെ പാരമ്പര്യമല്ല, നിന്റെ കൂടെ നടക്കുന്നവരും കൂട്ടുകാരുമല്ല. അവരൊക്കെ മാറിപ്പോകും, ഒറ്റപ്പെടുത്തിക്കളയും. പക്ഷെ ഇന്ന് രാത്രി താഴുന്ന നടുക്കടലിൽ താങ്ങുന്ന ഒരു കരമുണ്ട്. നിലവിളിച്ചോ, രക്ഷിക്കണേ. ഇതിനകത്ത് ചിലരെ ആത്മാവ് വിവേചിക്കുന്നു. നീ താണുകൊണ്ടിരിക്കുന്ന ഇതേ കടലിൽ നിന്നെ ഉയർത്തിയെടുത്ത് 4 പേര് നോക്കി നിൽക്കുമ്പോൾ, സഹായിക്കാൻ കഴിവുള്ള അനേക കരങ്ങൾ കൈകെട്ടി നിൽക്കുമ്പോൾ, അതാ കെട്ടപ്പെട്ടവരെ പോലെ ഒപ്പിടേണ്ട പല കരങ്ങളും ഒപ്പിടുവാൻ മടിച്ചു നിൽക്കുമ്പോൾ, നീട്ടേണ്ട പല കരങ്ങളും കുറുകി വരണ്ടു നിൽക്കുമ്പോൾ, സഹായത്തിന്റെ വക്കോളം എത്തിയിട്ട് അങ്ങോട്ട് ഒളിച്ചുകൊണ്ട് വെക്കുവാൻ കഴിയാതെ അടുക്കലോളം എത്തിയിട്ട് അകന്നു പോകുമ്പോൾ, തലമുറയുടെ ഭാവിയുടെ വിഷയത്തിൽ ആത്മാവിനെ ദൂത് പറയുന്നു. നന്നായി പഠിച്ചു വന്ന തലമുറ പെട്ടെന്ന് ഒരു വര വരച്ചതുപോലെ, ഇതിനപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞ് ഒരു ഇരുമ്പ് തെണ്ണ് വെച്ച് കെട്ടിയതുപോലെ നിന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന അതിർവരമ്പുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അറുത്തു മാറുകയാണ്. ആത്മാവ് കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഇതിനപ്പുറത്ത് പോകത്തില്ല. എത്ര റിസീവ് യുവർ മിറക്കിൾ ഇൻ ജീസസ് നെയിം, റിസീവ് യുവർ മിറക്കിൾ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. നിനക്ക് പരിചയമുള്ളതാണ്, നിനക്ക് പരിചയമുള്ള പ്രൊഫഷനാണ്. പലവട്ടം നീ നീന്തിക്കടന്ന വിഷയമാണ്. പലർക്കും നീന്തറിയാവുന്നവരാണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ മാത്രം താണുകൊണ്ടിരിക്കുമ്പോൾ നിസ്സഹരായി നോക്കി നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാരെ എനിക്ക് കാണാം. പക്ഷെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഒറ്റ പ്രാർത്ഥന, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞാൻ കാണുന്നു ഒരു കരം നീണ്ടു വന്നു. ഏത് തിരമാല നിന്നെ മുക്കുമെന്ന് പറഞ്ഞു, ഏത് കടൽ നിന്നെ താഴ്ത്തുമെന്ന് പറഞ്ഞു, അതേ തിരമാലയുടെ മുകളിൽ നിന്നെ കൊണ്ട് നടത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ പട്ടണത്തിൽ നിനക്കായി വെളിപ്പെടണം. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത് ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോകുകയാണ്. അവസാനിച്ചു എന്ന് പറഞ്ഞു മടക്കി വെച്ച ചിലതൊക്കെ ഇന്ന് രാത്രി സ്വർഗം നിനക്കായി തുറക്കാൻ പോകുകയാണ്. രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ്. വേറെ ഒന്നും പറയണ്ട. കർത്താവേ, ഈ വിഷയത്തിനകത്ത് ദർശനം സേവ് മീ. എന്നെ രക്ഷിപ്പാൻ ആരുമില്ല, എൻ്റെ കുഞ്ഞിനെ വിടിവെപ്പാൻ ആരുമില്ല. നീ ഒന്ന് രക്ഷിക്കണമേ. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് കാണാം എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചാർച്ചക്കാരൊക്കെ പടകിലിരിക്കുന്നത്. പക്ഷെ അവർക്കും എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. കൂടൊന്ന് ചാടാൻ ആരും ഇറങ്ങുന്നില്ല. ഈ വെള്ളം എനിക്ക് ഒരിക്കൽ ഞാൻ മുങ്ങിക്കുളിച്ചു കൊണ്ടിരുന്ന, ഒരിക്കൽ നീന്തി തുടിച്ചു കൊണ്ടിരുന്ന, പലവട്ടം വലവീശി എനിക്ക് പഴക്കമുള്ള ഇതേ നടുക്കടലിൽ ഞാൻ താണുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്ന വർഷം ഇത്ര വർഷമായി ഇതെല്ലാം സുഗമമായി പോകുമെന്ന് ഞാൻ വിചാരിച്ചു. കാലം പെട്ടെന്ന് തിരിഞ്ഞു. പക്ഷെ എനിക്ക് പരിചയമുള്ള ഭാഷ, എനിക്ക് പരിചയമുള്ള ജോലി, എനിക്ക് പരിചയമുള്ള ഓഫീസ്, എനിക്ക് പരിചയമുള്ള സകലതും ഇന്ന് നിൽക്കുന്ന സ്ഥലം താണു പോകുന്ന പോലെ അധുനെ രകൽഘടകന ആത്മാവിൽ വിവേചിച്ച് ദൂത് പറയുന്നു. നീ നിൽക്കുന്ന സ്ഥലം താണു പോകുന്ന പോലെ, നിൽക്കുന്ന ഇടം താണു പോകുന്ന പോലെ നിനക്ക് തോന്നുന്നുവെങ്കിൽ ഒറ്റ നിലവിളി, രക്ഷിക്കണമേ. ഇതാ ഒരു കരം നീണ്ടുവരുന്നു. നിന്റെ അടുക്കലോളം പെരുവെള്ളം നിന്റെ അടുക്കലോളം എത്തി, അഗ്നി നിന്റെ അടുക്കലോളം എത്തി. ആത്മാവിൽ ദൂത് പറയുന്നു. നിന്നെ താങ്ങിയെടുത്ത് പുറത്തെടുക്കുവാൻ പാറ പോലെ വെള്ളം ഉറക്കുകയാണ്. ഇന്ന് രാത്രി താണ വെള്ളങ്ങൾ പാറ പോലെ ഉറയ്ക്കുന്നു. താഴ്ത്തിക്കളഞ്ഞ ഓളങ്ങൾ ഇത് പാറ പോലെ ഉറയ്ക്കുന്നു. നിനക്കൊരു നടവഴിയായി, നിനക്കൊരു നടപ്പാതയായി ഇന്ന് രാത്രി നിന്നെ താഴ്ത്തിയ സ്ഥലങ്ങളെ സ്വർഗം മാറ്റിയെടുക്കുമെങ്കിൽ ആത്മാവിൽ ദൂത് പറയുവാൻ, ആത്മാവിൽ ദൂത് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ചേർന്നെടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദേവദാസനെ നടുക്കടലിൽ നിന്ന് വഴി പൊങ്ങി വരുമെന്നേ. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 1-ാം അധ്യായത്തിന്റെ 3 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ എത്ര വർഷമാണ് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് മൂടിക്കിടന്നില്ലേ? വെള്ളം, ഭൂലോകം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. സ്തോത്രം. ഒരു കരയുടെ ഒരു ലക്ഷണം പോലും ഇല്ലായിരുന്നല്ലോ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് വെളിച്ചമുണ്ടായി. വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. 3-ാം ദിവസം ഉണങ്ങിയ നിലം പൊങ്ങി വരട്ടെ.
ഉണങ്ങിയ നിലം പൊങ്ങി വരട്ടെ. എത്ര മില്യൺ വർഷം നമുക്കറിയത്തില്ല. ബൈബിൾ ചരിത്രം വെച്ച് നമുക്ക് 6000 വർഷം, അതിന് മുമ്പോട്ട് സയൻസ് പറയുന്ന കറക്റ്റാണ്. എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ഇതിനെ ഉണ്ടാക്കിയത്. പക്ഷേ വെള്ളം, ഒരു സാധനം വെള്ളത്തിനടി കിടന്നിട്ട് മുകളിൽ വന്നിട്ടല്ലേ അത് ഉണങ്ങുന്നത്? മുകളിൽ വന്നിട്ടല്ലേ അതിന്റെ വെള്ളത്തിന്റെ നനവ് മാറുന്നത്? 2 ദിവസം വെള്ളത്തിനടി കിടന്ന ഒരു മൺകട്ട അല്ലെ 10 ദിവസം കിടന്നാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ എണ്ണമില്ലാത്ത അന്തമില്ലാത്ത വർഷങ്ങൾ വെള്ളത്തിനടിയിൽ കിടന്ന ഒരു വസ്തുവിനെ പൊക്കിയെടുത്തപ്പോൾ അതിന്റെ പേര് ഉണങ്ങിയ നിലം പൊങ്ങി വരട്ടെ. അങ്ങനെയെങ്കിൽ നീ താണു പോകുന്ന ഈ നടുക്കടലിൽ നിന്ന് നിന്റെ വഴി പൊങ്ങി വരുമെന്ന് ആത്മാവിൽ ദൂത് പറയും. അല്ല, നീ താണു പോകുന്നിടത്തുനിന്ന് എത്ര പേർക്ക് ആത്മാവിൽ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? എത്ര പേര് അത് റിസീവ് ചെയ്യും? എത്ര പേര് അത് ഏറ്റെടുക്കും? യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഈ താണു പോകുന്ന നടുക്കടലിൽ നിന്ന് നിനക്കുള്ള വഴി പൊങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നിനക്കുള്ള വഴി പൊങ്ങി വരട്ടെ. യഹോവേ രക്ഷിക്കണേ. നിലവിളിച്ചോ, അന്തസ് നോക്കാതെ നിലവിളിച്ചോ, യഹോവേ രക്ഷിക്കണേ. Serve me, O Lord. അടുത്ത വാക്യം അവസാനിപ്പിക്കാം ഭാഗം. അടുത്ത ഭാഗത്ത് നമുക്ക് പോകണല്ലോ. രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ നടന്ന് അങ്ങോട്ട് ചെല്ലുകയും പടക് എവിടെ ചെന്നു? പോയി. 3 നാഴിക കൊണ്ട് നടുക്കടലിലെത്തിയത് അടുത്ത നാഴിക കൊണ്ട് കരക്കണം. ഇന്നലെ കുഴഞ്ഞു പോയെന്ന് ഓർക്കൊണ്ട് അത്രയും സമയമൊന്നും വേണ്ടാതെ നീ പ്രാർത്ഥിക്കാനെടുത്ത സമയം നിന്റെ വിടുതലിന്റെ യാത്രയുടെ ദൂരം കുറയ്ക്കും. 3 യാമം വേണം. 4 മൈൽ 8 മൈൽ ഉള്ള നടുക്കടലിൽ എത്താൻ, നടുക്കടലിൽ 4 യാമം വേണം. അടുത്ത 4 മൈൽ പോകാൻ 1 യാമം കൊണ്ട് പറ്റും. 2019 നവംബർ മാസം 16-ാം തീയതി ദൈവദാസന്റെ അധികാരത്തിൽ ദൂത് പറയുന്നു, നീ ഇരുന്ന് കരഞ്ഞതും നിലവിളിച്ചതിന്റെ സമയം നിന്റെ വിടുതലിന്റെ സമയമാക്കി ദൈവമാക്കാൻ യേശുവിന്റെ നാമം. ഒന്നാമത്തെ പ്രാർത്ഥന, സെർച്ച് മീ. മറന്നുപോയത് എന്നെ മറന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നാൽ ഈ കൊച്ചു വാക്യം മറക്കല്ലോ. സെർച്ച് മീ ഓ ഗോഡ്, എന്നെ ശോധന ചെയ്യണേ. രണ്ടാമത്തെ പ്രാർത്ഥന, എന്നെ രക്ഷിക്കണേ കർത്താവ്. മൂന്നാമത്തെ പ്രാർത്ഥന, ന്യായാധിപന്മാരുടെ പുസ്തകം 14, ജഡ്ജസ് ചാപ്റ്റർ 14 16, ന്യായാധിപന്മാർ 16 അതിന്റെ 28ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 16 verse 28. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു ശക്തി വേണം. മൂന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, എനിക്കൊരു ബലം വേണം, പുതിയ ബലം വേണം. ഒന്ന്, കർത്താവെ എന്നെ ഒന്ന് ശോധന ചെയ്യണം. ചില നഷ്ടപ്പെടുത്തുന്ന വ്യസനത്തിനുള്ള ഒരു മാർഗവും എൻ്റെ അകത്തുണ്ടാകണം. 2, നടുക്കടല താഴ്ന്നിരിക്കുക, സഹായിക്കേണ്ട കരങ്ങളെല്ലാം കൈകെട്ടിയിരിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളിടത്ത് പോലും എനിക്ക് രക്ഷയില്ല. പക്ഷേ നടുക്കടൽ വരെ എത്തിയിട്ടുള്ളൂ കർത്താവെ, ഇനി വേറെ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. നീ എന്നെ രക്ഷിക്കണം. ദൈവം പ്രവർത്തിക്കും. 3, എനിക്ക് ശക്തി വേണം. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഏകദേശം ആത്മാവിന്റെ പുതുബലം, കരുത്തന്മാരായ വിശ്വാസികളെ കൊണ്ട് സഭ നിറയണം. ബലഹീനതയല്ല ദൈവസഭയ്ക്ക് ആവശ്യം, ആത്മീയ ആരോഗ്യമുള്ള കരുത്തരെ. ഏത് വിഷയമുണ്ടായാലും ബലത്തോടെ നിൽക്കുന്ന കരുത്തന്മാർ ദൈവസഭയ്ക്ക് വേണം. അശുദ്ധ ശക്തികൾ ആട്ടിപ്പായിക്കപ്പെടേണ്ടതിന്, ആത്മാവിന്റെ പ്രദർശനങ്ങളായി ദൈവസഭ മാറേണ്ടതിന്, നിങ്ങൾ കരുത്തുള്ള ആത്മീയരായി മാറേണ്ടതിന് എന്ത് രാത്രി പ്രാർത്ഥിക്കണം? എനിക്കൊരു പ്രാവശ്യം കൂടെ ശക്തി വേണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചാണ് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങിയെടുക്കുന്നത്. സ്തോത്രം. എനിക്ക് ശക്തി വേണം. ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കരുത്തനായി ദൈവത്താൽ പ്രയോജനപ്പെട്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, സ്തോത്രമല്ലേ, ദൈവത്താൽ നടത്തപ്പെട്ട മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. 13-ാം അധ്യായം, ന്യായാധിപന്മാർ 13-ാം അധ്യായം മുതൽ നീണ്ടു കിടക്കുന്ന 16-ാം അധ്യായം വരെ നീണ്ടു കിടക്കുന്ന ശിംശോൻ എന്ന തീഷ്ണതയോടെ നിന്ന ഒരു ദൈവമനുഷ്യന്റെ ചരിത്രമാണ്. പരാജയ, അപജയങ്ങൾ, ജയങ്ങൾ ഒരുപോലെ കാണാൻ കഴിയും. സ്തോത്രം. ഭയങ്കര ശക്തിയായിരുന്നു. കാരണം ഇവൻ വേർപെട്ടവനായിരുന്നു. വേർപാട് നാസീർ വധസ്ഥനായിരുന്നുകൊണ്ടാണ് ഇവന് ശക്തി
നമ്മുടെ ശക്തി എന്ന് പറയുന്നത് വേർപാടിന്റെ ശക്തിയാണ്. വിശുദ്ധിയും വേർപാടുമാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്, അല്ലാതെ മസിൽ പവർ ഒന്നും അല്ലെന്നേ. സ്തോത്രം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിന്റെ വേർപാട് 3 ഉണ്ടെന്ന് വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 6, 8 വരെയാണ്. എല്ലാം വായിക്കാൻ പറ്റത്തില്ല, ഒന്ന് തുടങ്ങി ആരെങ്കിലും. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ 1 തൊട്ടാ വായിക്കുന്നത്. വായിച്ചു യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ എന്ന വ്രതസ്ഥം എടുത്താൽ, ഒന്ന് ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ വിശപ്പിനെ ഒന്ന് പോഷിക്കണം. നമ്മൾ ഈ വിശപ്പ് പലതുണ്ട്, കണ്ണിനുകൊണ്ട് ചെവിക്കുകൊണ്ട്. എത്ര കിട്ടിയിട്ടും മതി വരാത്തതിൽ ഒറ്റ വാക്കാണ് വിശപ്പ്. ചിലർക്ക് നാക്കിനങ്ങ് വിശപ്പാണ്, പറഞ്ഞാലും അങ്ങോട്ട് തീരത്തില്ല. ചെവിക്കുകൊണ്ട് വിശപ്പാണ്. പിന്നെന്തോട്ട് ഫോൺ കഴിഞ്ഞു, എന്തുകൊണ്ട് വിഷയമായിട്ട് സുഖമായിരിക്കുന്നു, പിന്നെയും ചോദിക്കണം പിന്നെന്തോ ഉണ്ടെന്ന്. അപ്പോഴാണ് പിന്നെ ഇല്ലാത്ത ഉണ്ടാക്കി പറയുന്നത്. വെറുതെ അവരെ കൊണ്ട് പാപം ചെയ്യും. ചെവിക്കങ്ങ് വിശപ്പാണ്. ഒരു നേരം കഴിക്കുന്നവനെ കുറിച്ച് പറയുന്നവൻ ആരാണ്? യോഗി. 2 നേരം കഴിക്കുന്നവൻ ഭോഗി. 3 നേരം കഴിക്കുന്നവൻ രോഗി. 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. 5 നേരം കഴിക്കുന്നവൻ എനിക്കറിയത്തില്ല, കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുമാതിരി നമ്മൾ ഈ 3 നേരമൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് ജഡസംബന്ധമായ സകല ശൂലങ്ങൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ആഹാരത്തോടുള്ള വിഷയം, വിശപ്പെന്ന് അത് മാത്രമല്ല. ഇവിടെ പറയാണ് വിശപ്പിന് നീ ഒരു കടിഞ്ഞാണിടണം. ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ്. രാവിലെ കുഞ്ഞുമോട് ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവരും കഴിക്കുന്നതും എല്ലാവരും കുടിക്കുന്നതും നമുക്ക് കഴിക്കാനും കുടിക്കാനും പ്രമാണമില്ല. അത് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിന് പ്രത്യേകമൊന്നുമില്ല. ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ് നമ്മുടെ വിശപ്പിനെ, ആർത്തിയെ, ആവശ്യമില്ലാത്തതിനെ ക്രൂശിനോട് ചേർത്ത് ആണിയടിക്കുന്ന ഒരു ആത്മീയം നമുക്ക് വേണം. എന്ത് പറയാം, എന്ത് ചെയ്യാം, എവിടെ പോകരുത്, എന്ത് തിന്നരുത്, കുടിക്കരുത്, നിർദ്ദേശം തപ്പി ബൈബിളിൽ നടക്കാതെ ആത്മാവിന്റെ ഉൾപ്രേരണ ലഭിക്കുമ്പോൾ ക്രൂശിക്കേണ്ടതിന് ജഡത്തെ ക്രൂശിപ്പാൻ നാം ധൈര്യം പ്രാപിക്കണം. പറയാണ് സഹോദരൻ ഇറച്ചിയാണെങ്കിൽ ഞാൻ ഇനി ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല, മാംസം അങ്ങനെ സമർപ്പണമുള്ളവരെ എടുക്കാം, ആവശ്യക്കാരെ എടുത്തു കളയരുത്. പിന്നെ അത് കാണുമ്പോൾ വാർത്ത പോകും. അതുകൊണ്ട് പൗലോസ് പറയാ, അങ്ങനെ സഹോദരൻ ഇറച്ചി വരുവാണെങ്കിൽ ഞാൻ ഇനി മേലെ എന്ത് ചെയ്യുന്നില്ല, മാംസം കഴിക്കുന്നില്ല. അത് അവരുടെ തീരുമാനമാണ്. ദാനിയേലും കൂട്ടം തീരുമാനിച്ചു, തന്നെത്താൻ ഞങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, അശുദ്ധം ആക്കത്തില്ല. ഒരു ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ്, ആർത്തിയെ ക്രൂശിക്കണം. അത് ധനത്തോടായിരിക്കാം, മാനത്തോട്, ബഹുമാനത്തോട്, പുകഴ്ചയോട്, ആദരവിനോട്, ലോകത്തിലെ സ്ഥാനമാനങ്ങളോട്, എന്തിനോടുള്ള ആർത്തിയാണെങ്കിലും ക്രൂസിഫൈ ദാറ്റ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസികളാകെ ചെയ്യുന്നത് ദൈവദാസനെ ക്രൂശിക്കും. എപ്പോഴെന്നറിയാമോ? പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ കർത്തദാസനെ ക്രൂശിന്റെ മറവി പേരുടെ കൂട്ടത്തിലുണ്ടേ, പുള്ളി പുറത്തൊന്നും വരില്ല, എവിടെ നിർത്തിയേക്കണം? ക്രൂശിന്റെ മറവിൽ നിർത്തിയേക്കണം. കാരണം പറയുന്നത് ക്രൂശിന്റെ പുറകിൽ നിന്നായിരിക്കണം. ഞങ്ങൾക്കിതെന്തല്ല, ബാധകമല്ല, നമുക്കിത് ബാധകമല്ല. ഒക്കെ മുന്നോട്ട് പോയിക്കോട്ടെ. കാരണം അത്രയുള്ള അർത്ഥം, കർത്താവ് ഞങ്ങളുടെ കർത്തദാസൻ ക്രൂശിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാവുന്ന നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അല്ല ഭാഷ ഇവിടെ ക്രൂശിക്കുന്നതല്ല, നമ്മൾ നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം. 2 അടുത്ത വാക്യം. അതുകൊണ്ടാ മുന്നോട്ട് പോകണം. അടുത്ത നാസിർ വ്യവസ്ഥ അടുത്ത 2ാമത്തെ ഭാഗം. എല്ലാം വിശദീകരണം അവരെ. 2 മുടി കത്തിരിക്കരുതെന്ന്. ഇനി എല്ലാവർക്കും സന്തോഷമായി. വാസ്തു വന്നിട്ട് പറഞ്ഞു മുടി എന്ത് ചെയ്യരുത്. എൻ്റെ മുടി ഇതാണ്, എൻ്റെ സ്ഥിര സ്റ്റൈൽ ഇതാണ്. ഈ ചെവിയുടെ മണ്ടയ്ക്ക് വരുന്ന പറഞ്ഞാൽ ഞാൻ മുടി വെട്ടും. കാരണം ഞാൻ 10ാം ക്ലാസ്, എൻ്റെ അപ്പനൊരു പാസ്റ്ററാണ്. ഞാൻ 17 പാസ്റ്റേജ് വളർന്നിട്ടാണ് എന്നെ. കാരണം 6 മാസം 1 വർഷം അപ്പൻ്റെ ഗുണം കൊണ്ട് സഭയുടെ ഗുണം കൊണ്ടും ഇങ്ങനെ പല പാസ്റ്റേജിൽ ഇങ്ങനെ മാറി പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ 17 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ കൂട്ടുകാർക്കും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ പോകുന്നത്. ഓക്കെ, ഈ മുടി ഇത്രയും ഒരു പ്രാവശ്യം ഞാൻ മുടി വെട്ട അണക്കര എന്ന സ്ഥലത്ത്, ഹൈ റേഞ്ചിൽ അണക്കര, ഇടുക്കി ജില്ലയിൽ അന്നത്തെ കാലമാണ്. അണക്കര സ്ഥലത്ത് ഞാൻ പോയി തന്നെ മുടി വെട്ടി 2 രൂപ മുടി വെട്ടാൻ. മുടി വെട്ടി തിരിച്ചു വന്നപ്പോൾ മുടിക്ക് ഇച്ചിരി നീളം കൂടുതൽ. സൈക്കിളിൻ്റെ പുറകിരുത്തി 2ാമതും കൊണ്ടേ മുടി വെട്ടിച്ചു. എത്ര വർഷം മുമ്പാന്നറിയാമോ? 39 വർഷം മുമ്പ്. അതുകൊണ്ട് അല്ലല്ലേ ഇന്നും മുടി ഇത്രയാകുമ്പോൾ അന്നത്തെ കാര്യം ഓർമ്മ വരും. അപ്പം 76 വയസ്സിൽ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്, പാസ്റ്റർ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്റ്റൈല് നിങ്ങൾ തീരുമാനിച്ചോ. അല്ല ഞാൻ എത്രയും വെക്കാമോ അത് വെക്കാമോ ഇത് വെക്കൊന്നുമില്ല. ക്രൂസിഫൈഡ് അപ്പിയറൻസ്. നാം എങ്ങനെയായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പാകെ? നാം എങ്ങനെയായിരിക്കണം? നാസിർ വധസ്ഥൻ വേർപെട്ടവന് വസ്ത്രധാരണത്തിൽ പോലും ഒരു നിഷ്ഠ ഉണ്ടായിരിക്കണം. He should have an order for everything.
As I said in the morning, you should have an identity not only in the church, even when you go outside, you should keep that identity. We are the children of God. നാം സഭയ്ക്കാളി മാത്രമല്ല, സഭയ്ക്ക് പുറത്തിറങ്ങി എവിടെ ചെന്നാലും നമ്മൾ ദൈവമക്കളാണെന്ന് അറിയണം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനിക്കാരൊന്നും അല്ലെന്ന്, ദൈവമക്കളാണെന്ന് എവിടെ കൊണ്ട് നിർത്തിയാൽ ഇതാ തലിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ലെന്ന് പറയണം. അപ്പൊ ക്രൂസിഫൈഡ് അപ്പിയറൻസ്. അടുത്തത് 2 വാക്യം താഴെ. ക്രൂസിഫൈഡ് അഫെക്ഷൻ. കാരണം എല്ലാറ്റിനും കരി സ്നേഹിക്കുകയും ചെയ്യരുത്. അപ്പനായാലും അമ്മയാണേലും ദൈവത്തെ കഴിഞ്ഞുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാ സ്നേഹവും. 1 ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ്, കുഞ്ഞുങ്ങൾക്ക് മറന്നുപോരിക്കേണ്ടി പറയുന്നത്. 2 ക്രൂസിഫൈഡ് അപ്പിയറൻസ്. നമ്പർ 3 ക്രൂസിഫൈഡ് അഫെക്ഷൻ. ഒന്നിനോടും സ്നേഹം. ദൈവത്തെക്കാൾ ഒന്നിനെ സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെ, അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാ വേർപാടിന്റെ തത്വം. നാസീർവ്യവസ്ഥന്റെ ഈ ശിംശോനാണ് സകലവും തകിടം മറിച്ചത്. ക്രൂസിഫൈഡ് അപ്പറ്റൈറ്റ്. വിശപ്പിന് അടക്കാൻ കഴിയാതെ മുന്തിരി വള്ളി കാണുമ്പോൾ അതിന്റെ പുറകെ ചാടുന്ന, അല്ലെങ്കിൽ ശവത്തിനകത്ത് തേനിരിക്കുമ്പോൾ അത് കുത്തിയെടുക്കാൻ പോകുന്ന കൃപ ചോറുന്നതിന്റെ വഴികളാണ് ദൈവമക്കളെ. എടുത്ത പ്രതിഷ്ഠയിൽ നിന്ന് ഒരു പടി പുറകോട്ട് പോയാൽ ഞാൻ അറിയാതെ ശക്തി വിട്ടുപോകും. അത്ഭുത ശക്തിയാണെന്നറിയാമോ? ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കണ്ടല്ല. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്മിനയിലേക്ക് പോകുമ്പോൾ എന്തിനാ പോകുന്നത്? പെണ്ണ് കാണാൻ വേണ്ടി. മോനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകാൻ. നല്ല നല്ല ഉടുപ്പ്. പഴയ കാലത്ത് നാട്ടിലൊക്കെ ഇപ്പോഴൊന്നും ഒന്നും ഇല്ലെന്ന്. പണ്ട് കാലത്തൊക്കെ പെണ്ണൊക്കെ കാണാൻ പോകുമ്പോൾ വലിയ ഒരുങ്ങി ഉടുക്കാനായിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. തേച്ച് വടി പോലൊക്കെ ഷണ്ടിട്ടുണ്ടാണ് എന്ത് കാണാൻ പോയത്. പോയി മിച്ചറൊക്കെ കഴിച്ചു വന്ന് എത്ര പേര് അങ്ങനെ പോയി പെണ്ണ് കാണാൻ വേണ്ടി പോയതാ. പോയ വഴിക്ക് ഒരു സിംഹം ഉടുപ്പിന്റെ ചുളുക്കം പോലും മാറാതല്ലേ അവൻ അതിന് എന്ത് ചെയ്തത്? ഒരു സിംഹത്തെ തന്റെ അപ്പനും അമ്മയും നോക്കി നിൽക്കുമ്പോൾ ദൂത് പറയുകയാണ്, മാതാപിതാക്കളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തലമുറയ്ക്ക് നേരെ ചാടി വീഴുന്ന സിംഹമുണ്ട് കേട്ടോ. മനോഹയും ഭാര്യയല്ല നോക്കിയത്, അഭിഷേകമുള്ള തലമുറയെ മാത്രം മതിയെന്ന്. നീ ചോദിച്ചില്ല എന്റെ കുഞ്ഞിനോട് മാത്രം എന്തായി പോരെന്ന്? നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് കൃപയുള്ള തലമുറയെ വിഴുങ്ങിക്കളയുവാൻ അലറിക്കൊണ്ട് സിംഹം ആടി വീഴുമ്പോൾ, ചാടി വീഴുമ്പോൾ അതിന്റെ ആദരമടയ്ക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവനൊരു ആട്ടുകുട്ടിയെ പോലെ വലിച്ചു കയറി കളഞ്ഞു. ആത്മാവ് ദൂത് പറയുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പകല് പറഞ്ഞ് ഓർപ്പിക്കുന്നു, അഭിഷേകം നിറഞ്ഞ ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. അഭിഷേകത്താൽ നിറയപ്പെടുന്ന, അന്യഭാഷയിൽ നിറയപ്പെടുന്ന ഒരു തലമുറ സഭയിൽ നിറയട്ടെ, ദേശത്ത് നിറയട്ടെ. എടുത്തു പറയുന്നത് സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു സന്തതി ദൈവസഭയിൽ നിന്ന് പുറത്തു വരണം. സ്കൂളിലെ സ്കോർ കുറഞ്ഞാലും വിഷയമല്ല കേട്ടോ. പാപത്തോട് നിങ്ങൾ ജയിക്കണം. സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഒരു സന്തതി, സർപ്പത്തിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ, സർപ്പത്തിന്റെ ആലോചനകളെ, പിശാചിന്റെ എതിരുകളെ ചവിട്ടി മെതിക്കുന്ന ഒരു തലമുറ ദൈവസഭയുടെ സ്വത്തായി മാറട്ടെ. ആ സിംഗം ചാടി വേണം അഭിഷേകത്താലല്ലേ? ഹല്ലേലൂയ. അവന്റെ കയ്യെ പുതിയ ചരട് കൊണ്ടല്ലേ കെട്ടിയത്? 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം തിരികെ ചോദിക്കുന്നു, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ എനിക്ക് നിന്നെ ബന്ധിച്ച് ഒതുക്ക അറിയണമെന്നേ. അഭിഷേകം പ്രാപിച്ചവരെ എങ്ങനെ ഒതുക്കണമെന്ന് ചോദിച്ചു നടക്കുകയാണ്. പുതിയ കയർ കൊണ്ട് കെട്ടുന്നു, ഞാണുകൊണ്ട് ഞാണോട് ചേർത്ത് നെയ്ത്തോടിനോട് ചേർത്ത് തലമുടി കെട്ടിവെക്കുന്നു. ജയിക്കാൻ പറ്റിയില്ല. അവസാനം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവസാനം അവൻ തന്റെ ശക്തി തന്നിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഞാനൊരു നാസീർവ്യവസ്ഥന. വേർപാട് വിറ്റു തുളച്ചപ്പോഴാ കൃപ പോയത്. Are you with me? When you compromise with your separation, then you lose your strength. കുഞ്ഞുങ്ങളെ ആത്മാവ് ഇതെന്ന് പറയുന്നു, നിങ്ങളുടെ വേർപാട് നിങ്ങൾ വിറ്റു തുളയ്ക്കുമ്പോഴാ കൃപ ചോർന്നു പോകുന്നു. അവന്റെ ശക്തി തന്നെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. Every time you compromise with the word of God, compromise with the world, you are losing your power and anointing. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, നിങ്ങൾക്ക് വേണ്ടി മുഴങ്കാൽ മടക്കിയത്, ഇന്ന് കാണുന്നതൊക്കെ നമ്മുടെ മിടുക്കൊണ്ടൊന്നും അല്ലെന്നേ. പക്ഷെ നിങ്ങളുടെ മേൽ വീണ കണ്ണുനീരുകൾ നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ, എനിക്കറിയാം എൻ്റെ അനുഭവമാ. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ കണ്ണുനീരിന്റെ ഫലമായിട്ടാ ഇന്ന് നാം പ്രയോജനപ്പെടുന്നെങ്കിൽ, അതുകൊണ്ട് ഞാൻ ദൂത് പറയുന്നു, കൃപ ചോർത്തി കളയരുത്. വേർപാടിന്ന് ഒരു ചുവട് പുറത്തോട്ട് പോയാൽ ശക്തി നമ്മെ വിട്ടുമാറും. അവസാനം 3 കാര്യങ്ങൾ സംഭവിച്ചു. ഫെലിസ്ത്യർ അവനെ പിടിച്ച് കെട്ടി.
എത്ര കുറുക്കന്മാരുടെ വാല് ചേർത്ത് കെട്ടിയവന്റെ കൈ ഇന്ന് ഫെലിസ്തീൻ കെട്ടുകയാണ്. ഒരു പച്ച കഴുതിയുടെ താടിയല്ല് കൊണ്ട് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫെലിസ്തീൻ മല്ലന്മാരെ കൊന്നൊടുക്കി അതേ കരത്തെ ഫെലിസ്തീൻ ഇന്ന് പകൽക്കാലം കെട്ടുകയാണ്. പ്രയോജനപ്പെട്ട പലതും ബന്ധനത്തിലാകുന്നു. പ്രയോജനപ്പെട്ട പലരും ബന്ധനത്തിലാകുന്നു. ശുശ്രൂഷിച്ച പകലും കെട്ടിലാകുന്നു. അനേകരുടെ കൈ കെട്ടപ്പെട്ടു, അനേകരുടെ അതരം കെട്ടപ്പെട്ടു, അനേകരുടെ കാല് കെട്ടപ്പെട്ടു. രണ്ട്, അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. They bound him, they blinded him. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. മൂന്ന്, അവനെ കൊണ്ട് he began to grind the floor. അവൻ മാവ് പൊടിക്കാൻ തുടങ്ങി. അവൻ കെട്ടപ്പെട്ടു. അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അവൻ അന്യർക്ക് വേല ചെയ്യുവാൻ തുടങ്ങി. മൂന്ന് ബന്ധനത്തിൽ അവൻ വന്നു കയറി. അവിടെ കിടന്നുകൊണ്ടാണ് ദാഗോന്റെ ക്ഷേത്രത്തിൽ 3000 പേർ മാളികയുടെ മുകളിൽ ഉത്സവം ആഘോഷിക്കാൻ വന്നു നിൽക്കുമ്പോഴാണ് ഒരുത്തൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണേ. എല്ലാ പുസ്തകവും അടക്കം പ്രാർത്ഥിക്കണം.